إلى عرفات سنمضي غدا. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നീ എപ്പോഴും ഇതിൻ്റെ അത് അഡിക്റ്റ് ആണല്ലോ. ഇന്ന് റബീഉൽ അവ്വൽ ഒന്ന് തുടങ്ങി, ഇന്ന് മൂലം മൗലിദ് ഓതി തുടങ്ങണം. അല്ലിക്ക് എനിക്ക് ഹോസ്റ്റലിൽ വെച്ചിട്ടൊന്നും ഇതിനൊരു ടൈമുമില്ല. എല്ലാ നേരവും പഠിത്തം, അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ ഓരോരോ ഉപദേശങ്ങൾ, ആകെപ്പാടെ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കും. ഇവിടെ വരുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഓരോ ഗെയിം കളിക്കുന്നത്. റബീഉൽ അവ്വൽ വരുമ്പോൾ മൗലിദ് ഓതണമെന്നൊക്കെ ആരായിക്കാണ് പറഞ്ഞത്? എനിക്ക് കുറേ നാളത്തെ സംശയമായി ഇതൊക്കെ. ഇതിന് വല്ല തെളിവുണ്ടോ ദീനിൽ? എന്ത് ചോദ്യമാണ് സഹിൽ എന്ന് ചോദിക്കുന്നത്? അല്ലാഹു തആല നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം എന്താ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. പരിശുദ്ധമായ ഖുർആൻ ഒന്ന് ഓതി നോക്ക് സഹിലെ. സൂറത്ത് യൂനുസിന് 58-ാമത്തെ ആയത്തൊന്ന് നോക്ക്. അവിടെ അല്ലാഹു തആല പറയുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും കൊണ്ട് അവർ സന്തോഷിക്കട്ടെ. ആര് സന്തോഷിക്കട്ടെ? നമ്മൾ സന്തോഷിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അത് തന്നെയാണ് വിശ്വാസികളായ നമ്മളൊക്കെ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചരിത്രങ്ങളും കീർത്തനങ്ങളും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ മൗലിദ് നമ്മളൊക്കെ വീടുകളിൽ ഓതുന്നത് അതുകൊണ്ടാണ്. അതൊക്കെ ശരിയായിക്കാണ് പറയുന്നത്. പക്ഷെ പണ്ടുള്ളവരാരെങ്കിലും ഇങ്ങനെ മൗലിദ് ഓതിയിരുന്നു? ഇതൊന്നും ചരിത്രം അറിയാത്തവരാണ് സഹില പറയുന്നത്. ചരിത്രത്തിൻ്റെ താളുകളിലൂടെ സഹിലിൻ്റെ ശ്രദ്ധയൊന്ന് കൊണ്ടുപോയി നോക്ക്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? മഹാനവറുകൾ മസ്ജിദുൻ നബവിയിലിരുന്ന് മുത്തുനബിയെക്കുറിച്ച് ധാരാളം കവിതകൾ ഇങ്ങനെ വർണ്ണിച്ച് പാടുന്ന സ്വഹാബിയായിരുന്നു. അത് കേട്ടൊരിക്കലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരികയാ സഹിലെ. ഉടനെ അള്ളാഹിൻ്റെ റസൂല് കരങ്ങൾ ഉയർത്തി റബ്ബിനോട് ദുആ ചെയ്തു. ഇതൊക്കെ പണ്ടേ ഉള്ളതാണ്. പക്ഷെ ഇന്നാണ് കുറേ ആളുകൾ വന്നിട്ട് അതില്ല ഇതില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. അപ്പോൾ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിക്കാം. ഇനി മുതൽ ഞാനും മൗലിദ് തുടങ്ങും. മുമ്പൊക്കെ പായസവും മുട്ടായികളൊക്കെ മാത്രം തിന്നാൻ വേണ്ടിയാണ് ഈ മാസം കൊണ്ട് ഞങ്ങളൊക്കെ മനസ്സിലാക്കി വെച്ചിരുന്നത്. ഹോസ്റ്റൽ ലൈഫിലൊക്കെ അങ്ങനെ ആയിരുന്നു. എന്തായാലും ഇതൊക്കെ മനസ്സിലാക്കി തന്ന ഇക്കാക്ക് അള്ളാഹുവിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ. ആമീൻ. ഇപ്പോൾ ഏകദേശം ഇപ്പോൾ സഹിലിന് എന്തായി, കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇനി ഇതുപോലെ എത്രയോ സംശയങ്ങളുള്ള ആളുകൾ എന്നെ കേൾക്കുന്നവരിലുണ്ടാവും. നമ്മളൊക്കെ ചോദിച്ചു പഠിക്കണം. മുത്തുനബിയെ നാം ഹൃദയത്തോട് ചേർത്ത് വെക്കണം. അള്ളാൻ്റെ റസൂലിനെ സ്നേഹിക്കാൻ കഴിയാത്ത ഹൃദയം കൊണ്ട് അള്ളാന്ന് പ്രഭാതം മുതൽ പ്രദോഷം വരെ കിടന്ന് വിളിച്ചിട്ട് വല്ല കാര്യവുമുണ്ടോ? നിങ്ങളിൽ പലരും പലപ്പോഴായി എന്നോട് ചോദിച്ചില്ലേ, ഉസ്താദേ നിങ്ങൾ എവിടെയാണോ പഠിച്ചതെന്ന്? എറണാകുളം കരിമുകൾ മമ്പൗലുലു. അതെ, ഞങ്ങളുടെ സ്ഥാപനം നമ്മൾക്കായി ഒരുക്കുന്ന ഗ്രാൻഡ് മൗലിദ് കോൺഫറൻസിലേക്ക് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇൻഷാ അല്ലാഹ് ഞാനും ഉണ്ടാകും, നിങ്ങളുണ്ടാകൂലേ? ഓരോ ഹൃദയവും ഒരേ സ്വരത്തിൽ മന്ത്രിക്കുന്നു. ലോകത്തിന് കാരുണ്യവും സ്നേഹവും പഠിപ്പിച്ച പ്രപഞ്ച നേതാവ് ആരംഭ നബിയുടെ മീലാദ് ആഘോഷിക്കാൻ മഹാസംഗമം നമ്മുടെ നാടിന്റെ മണ്ണിൽ. ഹൃദയങ്ങൾ ഒരുമിക്കുന്ന ഈ ചരിത്ര നിമിഷത്തിലേക്ക് നിങ്ങളും വരണം കുടുംബത്തോടൊപ്പം.